ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളൊക്കെ സുഖമായിട്ടിരിക്കുന്നു. എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. കുറേ കാലത്തിന് ശേഷമാണ് ഒരു വീഡിയോ ഇടുന്നത്. എനിക്ക് ഒട്ടും ടൈം കിട്ടുന്നില്ല കേട്ടോ നാട്ടിൽ. ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്, ഒട്ടും ടൈം കിട്ടാത്തതുകൊണ്ടാണ് വീഡിയോ ഒന്നും ഇടാത്തത്. എഡിറ്റ് ചെയ്യാനൊന്നും എനിക്ക് സമയം കിട്ടുന്നില്ല. ഇപ്പോൾ സെയിനാണെങ്കിൽ സ്കൂളിലൊക്കെ പോയി തുടങ്ങിയപ്പോൾ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ആയിട്ട് തിരക്കുണ്ടാവും. ഇന്നത്തെ വീഡിയോ ഒരു യാത്രയാണ്. ചെന്നൈയിലേക്ക് പോകാനുണ്ട്. സെയിനിൻ്റെ പാസ്പോർട്ട് പുതുക്കാനായിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ആപ്ലിക്കേഷനൊക്കെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചെന്നൈയിലേക്ക് സെയിനിനെയും കൊണ്ട് പോകണം. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ ചെന്നൈയിലേക്കുള്ള ട്രെയിൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ റിസർവ് ചെയ്തിട്ടുണ്ട് ടിക്കറ്റ് എല്ലാം. അപ്പോൾ എന്തായാലും ട്രെയിൻ കറക്റ്റ് സമയത്ത് തന്നെ വന്നിട്ടുണ്ട്. ആ സീറ്റ് റിസർവ് ചെയ്തതാണ്. ഉപ്പാൻ്റെ സീറ്റ് താഴെ എൻ്റെ മുകളിലാണ്. അപ്പോൾ എന്തായാലും ബെഡ് സ്പേസ് ആയതുകൊണ്ട് നല്ല ഉറങ്ങിയിട്ടൊക്കെ പോയി. ഇപ്പോൾ രാത്രി 12:30-ക്കാണ് ട്രെയിൻ കയറിയത്. സെയിന് ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഒരു പ്രാവശ്യം കോഴിക്കോടേക്ക് ട്രെയിനിൽ പോയിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ലോങ്ങിൽ പോയിട്ടില്ല. ഇതിപ്പോൾ 16 മണിക്കൂറുണ്ട്. അപ്പോൾ നമുക്ക് ബെഡ്ഷീറ്റ് ഇങ്ങനെ സീൽ വെച്ച് തന്നത് എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. അത് ക്ലീൻ ആയിട്ടുണ്ടാവും എന്ന് ഉറപ്പാണ്. സീലൊക്കെ ചെയ്തിട്ട് തന്നെയാണ് ബെഡ്ഷീറ്റൊക്കെ തന്നത്. ഞാൻ മുകളിൽ കടന്നപ്പം ഇടുങ്ങിയ സ്ഥലമായതുകൊണ്ട് സെയിനിനെ കിടത്താൻ എനിക്ക് പേടിയായതുകൊണ്ട് ഉപ്പ പറഞ്ഞ് താഴെ കിടത്താമെന്ന് പറഞ്ഞിട്ട് ഉപ്പാൻ്റെ അടുത്താണ് സെയിനിനെ കിടത്തിയത്. നമ്മൾ സീറ്റിന് അപ്പുറത്തുള്ള 2 ആൾക്കാർ ഇതുവരെ വന്നിട്ടില്ല, റിസർവ് ചെയ്തിട്ടുള്ള ആൾക്കാർ. ഇപ്പോൾ രാത്രി ഞാൻ പറഞ്ഞല്ലോ 12:30 മണിയായി. ഞങ്ങൾ എന്തായാലും നേരെ ഉറങ്ങാൻ പോവാണ്. ഇപ്പം ഞായറാഴ്ച കഴിഞ്ഞ രാത്രി 12:30 മണിക്കാണ് ട്രെയിൻ കയറിയത്. തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിക്കാണ് അവിടെ എത്തുക. ചെന്നൈയിലെത്തുക. 16 മണിക്കൂറത്തെ ട്രാവലാണ്. ഞാൻ ലോങ്ങിൽ പോയിട്ടുള്ളത് ഡൽഹിയിലാണ് പഠിക്കുന്ന സമയത്ത്. റാശിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ എ സിയിൽ പോകുന്നത് ആദ്യമായിട്ടാണ്. ഇപ്പം ഞങ്ങൾ രാവിലെ എണീറ്റിട്ടുണ്ട്. നല്ല ഉറക്കം ഉറങ്ങിയായിരുന്നു കേട്ടോ. ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള യാത്രയായിരുന്നു. നമ്മൾ മാത്രമായിട്ട് ആ ഒരു നല്ല പ്രൈവസിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല കംഫർട്ടബിളായിരുന്നു യാത്ര. സെയിന് നല്ലോണം എൻജോയ് ചെയ്തിട്ടുണ്ട് ഈ യാത്ര. രാവിലെ ഞങ്ങൾ പുരേന്ന് കൊണ്ടുവന്നതിന് കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നു. ബിസ്ക്കറ്റും റസ്ക്കും പഴം എല്ലാം കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ അതെല്ലാം വെച്ചിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പുറത്തുനിന്ന് വാങ്ങണ്ടെന്ന് വിചാരിച്ചിട്ട് ഉപ്പ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും അതന്നെ അഡ്ജസ്റ്റ് ചെയ്തു. പക്ഷേ ഉച്ചയാകുമ്പോഴത്തേക്ക് നല്ല വിശന്ന്. അതുകൊണ്ട് ഞാനും സെയിനും ഫ്രൈഡ് റൈസ് എടുത്ത്, ഉപ്പാക്ക് ചപ്പാത്തിയാണ് ഉപ്പ പറഞ്ഞത്, ചപ്പാത്തിയും ചില്ലി ചിക്കനും. ഞാൻ ട്രെയിനിൽ ഫുഡ് ആയതുകൊണ്ട് ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു. പക്ഷെ ഭയങ്കര ടേസ്റ്റായിരുന്നു. ഫ്രൈഡ് റൈസ് അടിപൊളിയായിരുന്നു. അങ്ങനെ ഇപ്പോൾ യാത്ര ഇങ്ങനെ തുടരുകയാണ്. എവിടെ എത്തിയെന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. നമുക്കങ്ങനെ സ്ഥലങ്ങളൊന്നും അറിയത്തില്ലല്ലോ. എന്തായാലും ലോങ് യാത്രയാണ്. പക്ഷെ അത്രയും അടുത്തിട്ടൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഒന്നാമത് നമുക്ക് നല്ല കംഫർട്ടബിളായിരുന്നു. എ സി കമ്പാർട്ട്മെൻറ്റാണ്. നമ്മൾ അങ്ങനെ പ്രൈവസി ഉണ്ട്, നല്ല ഇരിക്കാനും കിടക്കാനെല്ലാം നല്ല സുഖമാണ്. അതുകൊണ്ട് തന്നെ നല്ല രസമായിരുന്നു. അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഫീൽ ചെയ്തില്ല. സെയിനാണെങ്കിൽ ഒട്ടും മടുപ്പൊന്നും കാണിച്ചിട്ടില്ല. അവന് നല്ല എൻജോയ് ചെയ്തിട്ട് തന്നെ യാത്ര ചെയ്ത് ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ പിന്നെ ഒരു ഉറക്കമൊക്കെ ഉറങ്ങി എണീറ്റിട്ടാകുമ്പോഴത്തേക്ക് ചെന്നൈ എത്താറായി. ചെന്നൈ ലാസ്റ്റ് സ്റ്റോപ്പായിരുന്നു കേട്ടോ ഈ ഒരു ട്രെയിനിൻ്റെ. ചെന്നൈ വലിയ സ്റ്റേഷനാണ്, പോയവർക്കൊക്കെ അറിയായിരിക്കും. വലിയ സ്റ്റേഷനാണ്. ഇറങ്ങിക്കഴിഞ്ഞപ്പാട് കുറച്ച് ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ അത്രയൊക്കെ സെയിനിന് പേടിയായിരുന്നു. കൈ പിടിച്ചിട്ട് തന്നെ നടന്നായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് ഇപ്പുറത്തിയതിനു ശേഷമാണ് ഞാൻ വീഡിയോ എടുത്തത്. അവിടുന്ന് ഫോൺ പോലും എടുക്കാൻ എനിക്ക് പേടിയായിരുന്നു. അത്ര ആൾക്കാരായിരുന്നു ട്രെയിൻ ഇറങ്ങിയ സമയത്ത്. അങ്ങനെ ഇപ്പം നമ്മൾ ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങോട്ടേക്കാണ് നേരെ പോകുന്നത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ചെന്നൈയിലേക്ക് വരുന്നത്. ഉപ്പ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു മുമ്പ്. ഞാനിതുവരെ വന്നിട്ടില്ല, ചെന്നൈ വന്നിട്ടില്ല. തമിഴ്നാട് വന്നിട്ടുണ്ട്, ഊട്ടിയിൽ വന്നിട്ടുണ്ട്. പക്ഷേ ചെന്നൈയിലേക്ക് ആദ്യമായിട്ടാണ് വന്നത്. നമുക്കങ്ങനെ ട്രിപ്പായിട്ട് വന്നതുമല്ല, ഇങ്ങനെ ഒരു ആവശ്യത്തിന് വന്നുകൊണ്ട് ഒരുപാട് കറങ്ങാനൊന്നുമില്ല. നേരെ നമ്മൾ കാര്യം ചെയ്യുക, പോവുക, അത്രയേ ഉള്ളൂ. എന്തായാലും ഇപ്പം ഞങ്ങൾ വൈകുന്നേരത്തൊരു ചായ കുടിക്കാമെന്ന് പറഞ്ഞ് വന്നത്. സെയിന് ലെമണേഡാണ് എടുത്ത്. ഉപ്പാവും ഞാനും നല്ല ചായ എടുത്ത്, ചായയും ബ്രെഡ് ഓംലേറ്റാണ് എടുത്തത്. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ റൂമിൽ വന്ന്. പക്ഷേ റൂമിൻ്റെ കാര്യം പറയാനുണ്ട്. ഞങ്ങൾ ബുക്ക് ചെയ്ത റൂം ക്യാൻസൽ ആയിട്ടുണ്ട്. വേറൊരു റൂം തൽക്കാലത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്തെടുത്തതാണ്. ഞങ്ങൾ ബുക്ക് ചെയ്ത റൂം അവർ തന്നെ ക്യാൻസൽ ചെയ്തത് കേട്ടോ. അവർ വേറെ ആയിരിക്കും കൊടുത്തതാണ്. ആക്ച്വലി നമ്മളെല്ലാം ബുക്ക് ചെയ്ത് പേയ്മെൻറ്റൊക്കെ ചെയ്തതായിരുന്നു. പേയ്മെൻറ്റ് തിരിച്ചു തരും. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ രാത്രി റൂമിലൊക്കെ കയറി ഫ്രഷൊക്കെ ആയതിന് ശേഷം വന്നിട്ട് ഫുഡ് കഴിക്കാറിഞ്ഞിട്ട് വന്നത്. സെയിന് ഫ്രൈഡ് ചിക്കനും ഫ്രഞ്ച് ഫ്രൈസും എടുത്ത്, ഞാനും ഉപ്പ ഒരു ബ്രെഡ് സാൻഡ്വിച്ച് എടുത്ത്, പിന്നെ ഈ ഒരു മൊഹിത്ത് സെയിനുക്കാണ് കേട്ടോ എടുത്തത്. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചിട്ട് നമ്മൾ പിന്നെ ഉറങ്ങി. അന്ന് രാത്രി പോയി ഉറങ്ങി. പിറ്റേ ദിവസം ഞങ്ങൾ സെയിനിൻ്റെ കാര്യത്തിനായിട്ട് വന്ന് പാസ്പോർട്ട് റിന്യൂ ആക്കാനായിട്ട് ഇപ്പോൾ പോകുന്നുണ്ട്. പോകുന്ന വഴിയിൽ ഇങ്ങനെ വഴിയിൽ നിന്ന് ഒരു ചായ കുടിക്കാമെന്ന് പറഞ്ഞു. ഇപ്പം അങ്ങനെ ഒരു ചായ കുടിക്കാനായിട്ട് ഇവിടെ നിന്നതാണ്. ഭയങ്കര നീറ്റാണ് കേട്ടോ ഈ ഒരു ചെന്നൈ സിറ്റി. ഇത് ചെന്നൈ സിറ്റി ഒന്നുമല്ല, പക്ഷേ ഈ ഒരു ഭാഗമൊക്കെ ഭയങ്കര ക്ലീനാണ്. US എംബസിയിൽ നമുക്ക് വീഡിയോ പെർമിഷനൊന്നും ഇല്ലാത്തതുകൊണ്ട് അതൊന്നും ഞാൻ എടുക്കുന്നില്ല. നേരെ പാസ്പോർട്ട് റിന്യൂവലൊക്കെ കഴിഞ്ഞ് വന്ന് പഴയ പാസ്പോർട്ട് സെയിൻ്റെ അവർ അസാധുവാക്കിയിട്ടുണ്ട്. പുതിയ പാസ്പോർട്ട് നമ്മൾ അഡ്രസ്സിലേക്ക് അയച്ചു തരും. അത് കഴിഞ്ഞിട്ട് നേരെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് ഫുഡ് കഴിക്കാൻ വന്ന്. നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ. ഒരു മലയാളി ഹോട്ടലായിരുന്നു. സെയിനു കോണ് പോലെ ദോശ ചെയ്തു തരുമെന്ന് പറഞ്ഞ് അവരങ്ങനെ തന്നെ ചെയ്തു കൊടുത്ത്. ഞാൻ ഉപ്പാവും ഗീ റോസ്റ്റ് എടുത്ത്. സെയിനും ഗീ റോസ്റ്റ് തന്നെയാണ് എടുത്തത്. പക്ഷേ എന്നെ കോൺ ഷേപ്പാക്കിയതേ ഉള്ളൂ. സാമ്പാറും ചട്നിയും 2 തരം ചട്നി ഉണ്ടായിരുന്നു. എല്ലാം സൂപ്പറായിരുന്നു. ചായയും സെയിന് കോഫിയാണ് എടുത്തത്. എല്ലാം അടിപൊളിയായിരുന്നു.
പിന്നെ ഊബറിലായിരുന്നു കേട്ടോ നമ്മൾ ഈ എല്ലാം റിക്ഷയൊക്കെ ബുക്ക് ചെയ്തത്. ഊബറാണ് ഏറ്റവും സൗകര്യം ഇങ്ങനെ പോകുമ്പോഴൊക്കെ. ഞങ്ങളിപ്പോൾ പോകുന്നത് ഒരു അടുത്ത് തന്നെ ഒരു മാളിലേക്കാണ്. ആ ഒരു ഹോട്ടലിൽ ആളോട് ചോദിച്ചപ്പോൾ പറഞ്ഞാൽ അടുത്തൊരു മാളുണ്ട്, അങ്ങനെ അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഒരുപാട് ടൈം ബാക്കിയുണ്ട്. വൈകുന്നേരം 4 മണിക്കാണ് ട്രെയിൻ. ഇപ്പോൾ 10 മണിയാകുമ്പോഴത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റ് വരെ കഴിച്ച് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് അപ്പോൾ വിചാരിച്ച് എവിടെയും പോകാനില്ലല്ലോ, അപ്പോൾ വിചാരിച്ച് മാളിൽ വന്ന് ഒന്ന് ജസ്റ്റ് കറങ്ങിയിട്ടും ഫുഡൊക്കെ കഴിച്ച് ഇവിടെ നിന്ന് നേരെ അങ്ങോട്ടേക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഇവിടെ ആണെങ്കിൽ എല്ലാ സൗകര്യവും ഉണ്ടല്ലോ നമുക്ക്. അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വന്നതാണ്. ഇവിടെ കറങ്ങാം, കാണാം, ഇരിക്കാം, ഫുഡ് കഴിക്കാം, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് മാളിലേക്ക് വന്നതാണ്. സെയിന് ഭയങ്കര ഹാപ്പിയായി. ഇങ്ങോട്ടേക്ക് വരുമ്പം തന്നെ ആളൊരു നല്ലൊരു ട്രിപ്പ് മോഡായി, ഭയങ്കര ഹാപ്പിയായി. എന്തായാലും വന്ന കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് കഴിഞ്ഞ് എല്ലാം ഇതുവരെ എല്ലാം കറക്റ്റ് ആയിട്ട് ട്രെയിനും കൂടെ കയറിയിട്ടാണ് ഒരു സമാധാനമാണെങ്കിൽ. നമ്മൾ ട്രെയിൻ ടൈം 4 മണിയാണെങ്കിൽ നേരത്തെ പോകാമെന്ന് വിചാരിക്കുന്നത്. ഇവിടുത്തെ ഈ ഒരു റെസ്റ്റ് റൂം സെറ്റപ്പ് കണ്ടപ്പോൾ ഭയങ്കര ഒരു അടിപൊളിയായിട്ട് തോന്നി. എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഒരു വീഡിയോ എടുത്തതാണ്. ക്ലീൻ ആൻഡ് കാണാനൊരു ഭയങ്കര ലുക്കാണ്. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ മുകളിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അവിടെ ആണെങ്കിൽ ഫുഡ് കോർട്ട് ഉണ്ടല്ലോ, അപ്പോൾ പോയിരുന്നെങ്കിൽ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ലിഫ്റ്റിൽ മുകളിലേക്ക് പോകുന്നുണ്ട്. എന്താ കഴിക്കേണ്ടതെന്ന് തീരുമാനിച്ചിട്ട് അവിടെ എത്തിയിട്ട് എന്ത് കാണുന്നത് അത് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അത് ഫുഡ് കഴിക്കുക, കുറച്ച് കറങ്ങാമെന്നല്ലാണ്ട് വേറെ ഒന്നും ഇതില്ല. അപ്പോൾ ആദ്യം വന്നത് KFCയിലോട്ടാണ്. KFC കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇപ്പോൾ ഫുഡെല്ലാം ഓർഡർ കൊടുത്തിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ മുമ്പത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, KFC അമേരിക്കൻ ഒരു ബ്രാൻഡാണെങ്കിലും അമേരിക്കയിലെ KFC ആണ് ഏറ്റവും കൊള്ളാത്ത KFC, ഒട്ടും ടേസ്റ്റ് ഇല്ലാത്ത KFC. ഞങ്ങൾ എല്ലായിടത്തു നിന്നും ട്രൈ ചെയ്തിട്ടുണ്ട്. നാട്ടിലെ KFC ഭയങ്കര ടേസ്റ്റാണ്. അതുപോലെ ഞാൻ കേട്ടിട്ടുണ്ട് ദുബായിലെ ഖത്തറിലൊക്കെ KFC ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. നമ്മളെടുത്ത സാധനമെല്ലാം ചിക്കൻ വിങ്സ്, ചിക്കന്, ഫ്രഞ്ച് ഫ്രൈസ്, പിന്നെ സ്ട്രിപ്സ്, പിന്നെ പെപ്സി, ഇത്രയാണ് എടുത്തത്. എല്ലാം നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, സൂപ്പറായിരുന്നു. സെയിന് ഭയങ്കര ഇഷ്ടമാണ് ഫ്രൈഡ് ചിക്കൻ്റെ തന്നെ ആളാണ് സെയിനും. അത് കഴിഞ്ഞിട്ട് നേരെ ഗെയിമിൻ്റെ സെക്ഷനിലേക്ക് വന്നു. ഇനി ഇവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചത്. സമയം കുറേ ഇരിക്കുകയല്ലേ, അപ്പോൾ എങ്ങനെ നടന്നാലും കറങ്ങിയാലും ഫുഡ് കഴിച്ചാലൊന്നും സമയം തീരില്ല, അത്രയും ടൈമുണ്ട്. അപ്പോൾ എന്തായാലും കുറച്ച് സമയം സെയിനിവിടെ കൊണ്ടുവന്ന് ഓനിവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വന്ന്. വലിയ ഇതാണ് കേട്ടോ, വലിയൊരു ഗെയിമിൻ്റെ വലിയ സെക്ഷനാണ്. പിള്ളേർക്കുള്ള എല്ലാ ഗെയിംസും ഉണ്ട്, അല്ലാതെയും കുറേ കാര്യങ്ങളുണ്ട്. കുറച്ച് അപ്പുറത്തേക്കാണെങ്കിൽ ബർത്ത്ഡേ പാർട്ടീസൊക്കെ നമ്മൾ തന്നെ ഓർഗനൈസ് ചെയ്ത് നമുക്ക് എൻ്റെ ബർത്ത്ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്യാം. അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ അപ്പുറത്ത് കണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല, പക്ഷേ അത് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നിയിട്ട് നമുക്ക് എന്താണോ തീം വേണ്ടത് അതൊക്കെ സെലക്ട് ചെയ്ത് ഓൺ ദി സ്പോട്ടിൽ അങ്ങനെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നവർ നല്ല രസമായിട്ട് തോന്നി അതെല്ലാം. എന്തായാലും ജെയിനും നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ട് ഇവിടെ. ചെന്നൈ പോയിട്ട് വന്നിട്ടാണെങ്കിൽ എനിക്ക് മടി തന്നെയായിരുന്നു ഈ വീഡിയോ. ഞാൻ വിചാരിച്ചു ഇപ്പോൾ ഇട്ടില്ലെങ്കിൽ അതിങ്ങനെ കിടക്കും കുറേ കാലം ഫോണിൽ തന്നെ. അപ്പോൾ വീഡിയോസ് പെട്ടെന്ന് എഡിറ്റ് ചെയ്തിട്ട് ആ ഒരു പണി അങ്ങ് കഴിയുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പോൾ ഇരുന്ന് എഡിറ്റ് ചെയ്യുന്നതാണ്. ഞാൻ പറഞ്ഞില്ല സമയം കിട്ടുന്നില്ല ഒട്ടും, അതുകൊണ്ടാണ് കേട്ടോ. എന്തായാലും എനിക്കങ്ങനെ കുറേ മുമ്പത്തെ വീഡിയോസെല്ലാം ഇടയിൽ വിട്ടുപോയതെല്ലാം ഉണ്ട്. അങ്ങനെ സമയം കിട്ടുകയാണെങ്കിൽ പിന്നെ അവിടെ വെച്ചിട്ടാകും, പിന്നെ മടുപ്പാവും, പിന്നെ ഇടാൻ തോന്നിയില്ല. അങ്ങനെയായിട്ട് കുറേ വീഡിയോസ് പോകും. എന്തായാലും എനിക്ക് പറ്റുന്നത്രയെല്ലാം ഞാൻ എഡിറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. കുറേ ആൾക്കാരെ കമൻറ്റ്സ് കാണാറൊക്കെ ഉണ്ട്. ഞങ്ങൾ എന്തായാലും പോട്ടെ ഇൻഷാല്ലാ. സെയിനെ സ്കൂളിൽ ചേർത്തുകൊണ്ട് കുറേ ആൾ ചോദിക്കുന്നുണ്ട് പോയില്ലേ എന്നൊക്കെ. അപ്പോൾ ഞങ്ങൾ ഇൻഷാല്ലാ ദുബായ് നോക്കാൻ പ്ലാൻ ഉണ്ട്. ദുബായിലേക്ക് പോയിട്ട് നമുക്ക് പറ്റുകയാണെങ്കിൽ നല്ല ജോലിയൊക്കെ കിട്ടുകയാണെങ്കിൽ അവിടെ സെറ്റിലാണെന്ന് തന്നെയാണ് ആഗ്രഹം. ദുബായിലാണ് ഞങ്ങളുടെ എല്ലാ ഫാമിലീസും ഉള്ളത്. ഫ്രണ്ട്സും കൂടുതലും ദുബായിലാണുള്ളത്. അപ്പം അതുകൊണ്ട് നമുക്കൊരു നല്ല സോഷ്യൽ ലൈഫൊക്കെ കിട്ടണമെങ്കിൽ ദുബായിൽ പോയിട്ട് സെറ്റിലാണെന്ന് തന്നെയാണ് ആഗ്രഹം. മക്കൾക്കും നല്ലത്, എല്ലാം കൊണ്ടും നല്ലത്. ഇപ്പോൾ തൽക്കാലം ഈ ഒരു പ്രായത്തിൽ ദുബായിലൊക്കെ പോയിട്ട് സെറ്റിലായി, പിന്നെ പഠിക്കാൻ വേണമെങ്കിൽ അമേരിക്ക പോയിക്കോട്ടെ എന്നുള്ള ചിന്തയിലാണ് ഞങ്ങളുള്ളത് ഇൻഷാല്ലാ. പിന്നെ റാഷി നവംബറിൽ വരാനാണ് പ്ലാൻ ഇൻഷാല്ലാ. പെങ്ങളെ കല്യാണമൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്തായാലും സെയിനിൻ്റെ നെക്സ്റ്റ് സ്കൂൾ ഇയർ തുടങ്ങുമ്പോഴത്തേക്കേ പോകത്തുള്ളൂ. എന്തായാലും കുറേ ആൾക്കാരെ ക്വസ്റ്റ്യൻ ആയിരുന്നത്, അതുകൊണ്ടാണ് ഇതിനൊരു റിപ്ലൈ ഇതിലൂടെ പറഞ്ഞത്. അങ്ങനെ ഇപ്പോൾ ഗെയിം സെക്ഷനിൽ ഞങ്ങൾ വീണ്ടും ഫുഡ് കോർട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഇത് അടുത്ത് തന്നെയാണ് കേട്ടോ, ഗെയിമിൻ്റെ ഇത് അടുത്ത് തന്നെയാണ് ഫുഡ് കോർട്ട്. എൻ്റെ രണ്ടും അടുത്തടുത്താണ്. അപ്പം എന്തെങ്കിലും എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. ഇപ്പോൾ ഐസ്ക്രീം കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഐസ്ക്രീമിൻ്റെ സെക്ഷനിലേക്ക് വന്നിട്ടുണ്ട്. സെയിനും ഹാപ്പിയായി, ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഐസ്ക്രീം, ഞാൻ പറഞ്ഞു ഓരോരോ സെക്ഷനായിട്ട് നമുക്ക് കഴിക്കാം, വൈകുന്നേരം വരെ ടൈമുണ്ടെന്ന്. സെയിന് ചോക്ലേറ്റ് ഫ്ലേവറാണ് ഏറ്റവും ഇഷ്ടം. എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത ഫ്ലേവർ ചോക്ലേറ്റാണ്. ഉപ്പാക്ക് മാംഗോ ആണ് പറഞ്ഞിട്ടുള്ളത്. ഉപ്പ ഞാൻ ടെൻഡർ കോക്കനട്ടാണ് എടുത്തത്. എനിക്ക് ഏറ്റവും ഇഷ്ടം ടെൻഡർ കോക്കനട്ടും ചിക്കുമാണ്. ഇവിടെ ചിക്കു ഉണ്ടായിരുന്നില്ല. എന്തായാലും ഞങ്ങൾ ഐസ്ക്രീം കഴിക്കുന്നുണ്ട്. ഐസ്ക്രീം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇവിടെ എല്ലാത്തിനും കുറച്ച് വില കൂടുതലായിരുന്നു. നമ്മൾ മാളിലെല്ലാം പോയിട്ട് കഴിക്കുമ്പോൾ അങ്ങനെയാണല്ലോ, ഫുഡിന് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നതിനേക്കാളും കുറച്ച് വില കൂടുതൽ തന്നെയായിരിക്കും. പിന്നെ നമുക്കിതൊരു ആക്ടിവിറ്റി വേറെ ഒന്നും ഇല്ല, ഇവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണം. അപ്പോൾ എന്തായാലും എടുത്ത് ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ നിൽക്കാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ ഇരിക്കാൻ നല്ലൊരു സ്പേസ് ഉണ്ടായിരുന്നു. ഇവിടെ കുറേ സമയം ഇരുന്ന് ഇനിയും ഞാൻ പറഞ്ഞല്ലോ കുറേ ടൈം ഇങ്ങനെ പോകാൻ. ട്രെയിനിൽ നമ്മൾ വെയിറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഈടും ട്രെയിനിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. ട്രെയിനിലിരുന്ന് അത്രയും
സമയമില്ലെങ്കിൽ ഒരു 5-6 മണിക്കൂറൊക്കെ ഞങ്ങൾക്ക് ഫ്രീ ടൈം ആയിട്ട് തന്നെ ഉണ്ടായിന്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വന്നത് ഡൊമിനോസിലേക്കാണ്. അപ്പോൾ സെയിന് പിസ്സ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഡൊമിനോസിലേക്ക് പിസ്സ ഞങ്ങൾ ഓർഡർ ചെയ്ത പിസ്സ തന്നെയാണ്. പിസ്സ കമ്മിയായിരുന്നു സെയിന് പറഞ്ഞിട്ട്. ഈ വീഡിയോ ഞാൻ കുറേ പ്രാവശ്യം നോക്കിയായിരുന്നു, ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി. ഉപ്പാക്ക് പിസ്സാൻ്റെ കൂടെ ചായ പറഞ്ഞത്, ഞാൻ കോഫിയാണ് കേട്ടോ എടുക്കാൻ വന്നത്. ഉപ്പാൻ്റെ ചായയാണ്, സെയിനിന് കോക്കാണ് എടുത്തത്. അതായത് ഞാനിത് കോഫി വാങ്ങാനായിട്ട് അവിടെ കോഫി ഉണ്ടായിരുന്നില്ല ചായൻ്റെ സെക്ഷനിൽ, ഇപ്പുറത്ത് വന്നിട്ട് കോഫി എടുത്ത്. പറയാതിരിക്കാൻ വയ്യ കേട്ടോ, കോഫി ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല, അത്രയ്ക്ക് ടേസ്റ്റ് ആയിരുന്നു. ഞാൻ ഷുഗർ ലെസ്സാണ് കേട്ടോ എപ്പോഴും എടുക്കാം, ചായ ആണെങ്കിലും കോഫി ആണെങ്കിലും എല്ലാം ഷുഗർ ഇല്ലാത്തതാണ് കുടിക്കൽ. ഉപ്പാവും പറഞ്ഞ് നല്ല ചായ ആയിരുന്നു എന്ന് പറഞ്ഞു. ഈ ഒരു കോമ്പിനേഷൻ നല്ലതായിരുന്നു, പിസ്സാവും കോഫിയും ചായയും ജെയിനൊക്കെ കോക്കും എല്ലാം ആയിട്ട്. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ സമയം ഇങ്ങനെ തള്ളി നീക്കി. അങ്ങനെ ഇപ്പം ഞങ്ങൾ സമയം ഏകദേശം കഴിയാനായിട്ട് ഒരു 3 മണിയൊക്കെ ആവാനാകുമ്പോഴത്തേക്ക് തന്നെ മെല്ലെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഈ ഭാഗത്തൊരു റെസ്റ്റോറൻറ്റ് നല്ല ക്യൂട്ടായിട്ട് തോന്നിയുകൊണ്ട് അതിൻ്റെ വീഡിയോ എടുത്തതാണ്. 3 മണി ആവാനാകുമ്പോഴത്തേക്ക് ഞങ്ങൾ മെല്ലെ ഇറങ്ങി. ഇനിയിപ്പോൾ ഊബറൊക്കെ ബുക്ക് ചെയ്ത് വന്ന് ഞങ്ങൾ പോയി അവിടെ എത്തി ട്രെയിനൊക്കെ കണ്ടുപിടിച്ച്, പ്ലാറ്റ്ഫോം കണ്ടുപിടിക്കാൻ വലിയ പണിയായിരിക്കും, ഭയങ്കര വലിയ സ്റ്റേഷനാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ മെല്ലെ ഇറങ്ങി. വലിയ മാളായിരുന്നു കേട്ടോ ഇത്, വലിയ മാളായിരുന്നു. എല്ലാ ബ്രാൻഡ്സും ഉള്ള അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് നല്ല രസമുള്ള ഉണ്ടായിരുന്നൊരു മാളായിരുന്നു. അങ്ങനെ നല്ലൊരു ടൈം അവിടെ സ്പെൻഡ് ചെയ്ത് ഊബർ ബുക്ക് ചെയ്ത് ഞങ്ങളിപ്പോൾ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നുണ്ട്. ആ മാളിൽ നിന്ന് കുറച്ച് ലോങ് ഉണ്ടായിരുന്നു കേട്ടോ റെയിൽവേ സ്റ്റേഷനിലേക്ക്, കുറേ ലോങ് അല്ല എന്നാലും കുറച്ച് ഡ്രൈവ് ഉണ്ടായിരുന്നു. അപ്പോൾ സമയമൊക്കെ കറക്റ്റ് നമ്മൾ നോക്കിയിട്ട് തന്നെയാണ് നിന്നത്. ലേറ്റ് ആവണ്ടെന്ന് വിചാരിച്ചു, റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്താനും ലേറ്റ് ആവണ്ടെന്ന് വിചാരിച്ചിട്ട് എല്ലാം ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയില്ല, അങ്ങനെ മാനേജ് ചെയ്തിട്ട് തന്നെയാണ് ഈ ഒരു യാത്രയിലുണ്ടായത്. എന്തായാലും സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഒരു വലിയ ടാസ്ക്കാണ് നമ്മൾ പ്ലാറ്റ്ഫോം കണ്ടുപിടിക്കുക എന്നുള്ളത്. അപ്പോൾ എന്തായാലും വന്ന പാടനെ ഒരു ചായ കുടിക്കാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ സൈഡിലേക്ക് വന്നു. ഉപ്പാക്ക് ചായ ഇടയ്ക്കിടയ്ക്ക് കുടിക്കണം. അങ്ങനെ ഇപ്പോൾ ഇവിടെ ചായ കുടിക്കുന്നുണ്ട്. ഉപ്പ സെയിനിന് ഒരു ബിസ്ക്കറ്റ് ഓന് വേണമെന്ന് പറഞ്ഞിട്ട് ഒരു ബിസ്ക്കറ്റ് വാങ്ങിച്ചു. കുറച്ച് സാധനങ്ങൾ ഉണ്ട് കേട്ടോ കയ്യിൽ, ട്രെയിനിൽ നിന്ന് കഴിക്കാനായിട്ട് തന്നെ ഉള്ളത്. കുറച്ച് കൊണ്ടുവന്ന സാധനങ്ങൾ തന്നെ, വരുമ്പോൾ കൊണ്ടുവന്ന സാധനങ്ങൾ തന്നെ ഉണ്ട്. ബിസ്ക്കറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതും കൂടെ വാങ്ങിച്ച്. എന്തായാലും പോകുമ്പോൾ നമുക്കൊരു രാത്രിയിലാണ്, 4 മണിക്ക് കയറിയാൽ പിന്നെ നൈറ്റ് ഒരു ഡിന്നർ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ രാവിലെ 6 മണിയാകുമ്പോൾ എത്തും. ഞങ്ങളെ ഭാഗ്യം എന്ന് പറയട്ടെ, ഞങ്ങൾ ആ വെയിറ്റ് ചെയ്ത് അതേ സ്ഥലത്ത് സ്ക്രീനിൽ അതേ പ്ലാറ്റ്ഫോം ആയിരുന്നു ഞങ്ങൾ ട്രെയിൻ, അതേ നിർത്തിയിട്ട് ട്രെയിൻ തന്നെയായിരുന്നു കേട്ടോ. ഈ ട്രെയിന് അവിടെ നിർത്തിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ തന്നെയാണ് ഞങ്ങൾക്ക് പോകേണ്ടതും. അതൊരു ബുദ്ധിമുട്ടില്ല, ഞങ്ങൾ നേരെ പോയിരുന്നത് അവിടെ തന്നെയായിരുന്നു. അവിടെ തന്നെ സ്ക്രീനിൽ ഇങ്ങനെ കാണിച്ച് പ്ലാറ്റ്ഫോം നോക്കുമ്പോൾ അവിടെ തന്നെ ട്രെയിൻ അവിടെ നിർത്തിയിട്ടുണ്ട്. ട്രെയിൻ അത് തന്നെയാണോ എന്ന് ഞാൻ പോയി കൺഫേം ചെയ്ത് പിന്നെ ഉപ്പാവും ഞങ്ങളും സെയിനുമായിട്ട് വന്നിട്ട് നമ്മൾ ആ ട്രെയിനിൽ കയറിയിരിക്കുക. അത് 3/4 മണിക്കൂർ മുന്നേ ഞങ്ങൾ കയറിയിരുന്നുണ്ട്. അപ്പോൾ ചോദിച്ചപ്പോൾ എല്ലാവരും കയറുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ റിസർവ് ചെയ്ത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് കയറിയിരിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പോയി കയറിയിരുന്നതിന് ഇപ്പോൾ ടെൻഷൻ ഇല്ലല്ലോ, ഇതിൽ കയറിയിരുന്നാൽ മതി, രാവിലെ അങ്ങ് കാസർഗോഡേക്ക് എത്തിക്കോളും. അപ്പോൾ തിരിച്ചു പോകുമ്പോൾ ഞങ്ങൾക്ക് കിട്ടിയത് ഈ ഒരു സെക്ഷനാണ് കേട്ടോ, ഉപ്പാക്ക് കിട്ടിയത് താഴെ. എനിക്ക് മുമ്പത്തെ വരുമ്പോൾ കിട്ടിയ സെയിമാണ്, മുകളിലാണ് എൻ്റെ സെക്ഷൻ, ഇവിടെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഉറങ്ങാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ഞാൻ എന്തായാലും തിരിച്ചു പോകുമ്പോഴത്തേക്ക് സെയിനിന് അടുത്ത് തന്നെ കിടത്തിയിട്ട് തന്നെയാണ് വന്നത്. കാരണം കുറച്ച് സ്പേസ് എല്ലാം ഉണ്ട്, വിചാരിക്കുന്ന പോലെ എല്ലാം കിടക്കാനൊക്കെ പറ്റുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ അടച്ചിട്ട് കറക്റ്റായിട്ട് അടച്ചിട്ട് നമുക്കത് പോയ ആൾക്കാർക്കൊക്കെ അറിയാം, എന്നല്ല ഞാൻ ഇങ്ങനെ കാണിച്ചതേ ഉള്ളൂ. സെയിൻ അതിങ്ങനെ അടിച്ചുകൊണ്ടും ഇട്ടുകൊണ്ടും ഇങ്ങനെ കളിക്കുന്നുണ്ട്. എന്തായാലും എല്ലാം സെറ്റായി, ഭയങ്കര സന്തോഷമായി. ഞങ്ങൾ വിചാരിച്ചതിനേക്കാൾ എളുപ്പത്തിൽ തന്നെ എല്ലാം സെറ്റായി. എന്തായാലും ഹാപ്പിയായി. സെയിനാണെങ്കിൽ എല്ലാം ഓക്കെയാണ്. സെയിന് കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടിയിട്ട് ഓർക്കാണെങ്കിൽ സെയിന് ഭയങ്കര ഇഷ്ടമായി. സെയിൻ എടുത്തിട്ട് തന്നെയായിരുന്നു ഉണ്ടായത് ഫുൾ ടൈം. ഇത് സിബ്ലിങ്സ് ആണ് കേട്ടോ, അത് മൂത്ത ബ്രദറാണ്, അവരുടെ 2 സിസ്റ്ററാണ് ഈ 2 ആൾ. അവർ നമ്മൾ കേരളത്തിലേക്ക് വയനാടേക്ക് ഒരു ട്രിപ്പ് പോവാണ്, ഫസ്റ്റ് സിബ്ലിങ് ട്രിപ്പാണ് അവരുടെ. നല്ല കമ്പനി ആയിരുന്നു കേട്ടോ അവർ. അങ്ങനെ ഇപ്പോൾ രാത്രിത്തെ ഡിന്നർ പറഞ്ഞത് ഉപ്പ ചപ്പാത്തിയും വെജിറ്റബിൾ കറിയും, ഞാൻ ചപ്പാത്തിയും മുട്ടക്കറിയും പറഞ്ഞത് ഞങ്ങൾ ഷെയർ ചെയ്തിട്ട് കഴിച്ച് രാത്രി പിന്നെ നല്ല ഉറങ്ങി. രാവിലെ ഇപ്പോൾ ഞങ്ങളിത് 6:10 തന്നെ ഞങ്ങൾ കാസർഗോഡേക്ക് എത്തിയിട്ടുണ്ട്. ലേറ്റൊന്നും ആയിട്ട് കേട്ടോ, പറഞ്ഞ ടൈമിനൊക്കെ ഒരു 5 മിനിറ്റ് അത്രയേ ഉള്ളൂ. എന്തായാലും നമ്മൾ എത്തിയിട്ടുണ്ട്. സമാധാനമായി, നമ്മുടെ നാട്ടിലേക്ക് എത്തുമ്പോൾ സമാധാനം ഇത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. എന്തായാലും ഇത്രയൊക്കെയാണ് വീഡിയോ. അപ്പോൾ ഈ ഒരു യാത്രയിലെടുത്ത് കുറച്ച് ക്ലിപ്സൊക്കെ കൂടിയിട്ട് ഒരു വീഡിയോ ആക്കിയിട്ട് ഇടാമെന്ന് വിചാരിച്ചു. കുറേ ആയില്ലേ ഞാൻ വീഡിയോ ഇടാത്ത, അതുകൊണ്ട് ഇടാമെന്ന് വിചാരിച്ച്. വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുകയാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.